ഹായ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം അല്ലേ. ഇന്ന് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മു, അതായത് എൻ്റെ മോളുടെ ഒരു ചെറിയ ഡ്രസ് കളക്ഷനാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. സോ കാർഡ്ബോർഡ് ആൻഡ് ഇങ്ങനെയാണ് ഇവിടെ തുണിയൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. കുറേ തുണിയുള്ളത് കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് കാണാം കേട്ടോ. യെസ്, മോളുടെ പേര് ധൃതിക എന്നാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആൻഡ് അവൾക്ക് 2.5 വയസ്സായിട്ടോ. സോ ഇത് ഡ്രസ്സാണ്. സോ 1ാം പിറന്നാളിന് ഒരു ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ്. ഇതുവരെ ആയിട്ടും ഇത് അവൾക്ക് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് അറിയോ, ഇത് ഭയങ്കര ലൂസാണ്. ഇനിയും ഇത് ഇടാനായിട്ട് പറ്റിയിട്ടില്ല അവൾക്ക്. ആൻഡ് ഇത് ഞാൻ റീസെൻ്റായിട്ട് എടുത്ത് അടിച്ച ഉടുപ്പാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപോലെ എടുത്ത് അടിച്ച ഉടുപ്പാണ്. എൻ്റെ ഷോർട്സിലൊക്കെ കാണാനായിട്ട് പറ്റും ചിലപ്പം. ഇത് അടിച്ച് തുണി മേടിച്ച് അടിച്ച ഡ്രസ്സാണ്. ആൻഡ് ഇതും അവളുടെ 1ാം പിറന്നാളിന് അവളുടെ ചെറിയച്ഛൻ എടുത്തു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഒരു പിങ്ക് കളറാണ്. അവൾക്ക് നല്ല ഇഷ്ടമുള്ള ഡ്രസ്സാണ്. ഏറ്റവും അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ റീസെൻ്റായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ഡ്രസ്സാണ്. ചൂട് കാലത്തൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കോട്ടൺ ഫാബ്രിക് കോട്ടൺ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. നല്ല രസമാണ് ഇത് ഇട്ടിട്ട് കാണാനായിട്ട്. ആൻഡ് ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഏകദേശം ഒരു 350 രൂപ സംതിങ് കൊടുത്ത് എടുത്ത ഡ്രസ്സാണ്. പിന്നെ ഇതൊരു സ്കേർട്ടാണ്. ഇതിൻ്റെ ടോപ്പ് ഇവിടെ എവിടെയൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് പിന്നെ അവളുടെ ഒരു തൊപ്പിയാണ്. അവൾക്ക് ഏകദേശം എനിക്കും ഒക്കെ വിൽക്കാം. ഇതും റീസെൻ്റായിട്ട് ഞങ്ങൾ എടുത്ത ഡ്രസ്സാണ്. അവൾക്കും അവളുടെ അനിയനും കൂടെ നമുക്ക് റീസെൻ്റായിട്ട് എടുത്ത ഡ്രസ്സാണ് ഈ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് ജംസ്യൂട്ട് പോലെയാണ്. ഇത് സിബൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ. ഇത് അവളുടെ 2nd ബർത്ത്ഡേക്ക് അവളുടെ അച്ഛൻ എടുത്തു കൊടുത്ത ഡ്രസ്സാണ്. നല്ല കുറുമ്പി ആയതുകൊണ്ട് ഇവിടത്തേക്ക് കടിച്ചെടുത്തു. ഇത് ബാക്കി ഞാൻ മുറിച്ച് കളഞ്ഞതാണ്. നല്ല രസമുള്ളത് കൊണ്ട് മാത്രമേ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് ഇത് അവൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത് കൊടുത്തത് കേട്ടോ. നല്ല രസമുള്ള ഡ്രസ്സാണ്. പാരീസ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഡ്രസ്സ്. നല്ല രസമുള്ള ഉടുപ്പാണ്. പിന്നെ മഴക്കാലത്തും അതുപോലെ തന്നെ വിൻ്റർ സീസണിലും ഒക്കെ ഇടാൻ പറ്റുന്ന നല്ല ഒരു ഡ്രസ്സാണ്. പിന്നെ ഇത് ഒരു ഡ്രസ്സിൻ്റെ കോട്ടാണ് കേട്ടോ. ആ ഡ്രസ്സിൻ്റെ ഇങ്ങനെ മേലെ കൂടി ഇരുന്നത്. ആ ഡ്രസ്സ് കേടായി, പക്ഷെ കോട്ട് അവൾക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇപ്പോഴും ഇതിങ്ങനെയുണ്ട്. പക്ഷെ ഇപ്പോഴും അവൾക്ക് ഇത് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോട്ടാണിത്. ആൻഡ് ഇതും നമ്മളുടെ 2nd ബർത്ത്ഡേക്ക് എടുത്തു കൊടുത്ത ഒരു ഡ്രസ്സാണ്. നല്ല രസമുള്ള ഡ്രസ്സാണ്. ഇവിടെ ഒരു പൂവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവൾ എടുത്ത് കളഞ്ഞു കേട്ടോ. കൈയൊക്കെ കണ്ടോ, മാലാഖനെ പോലെ നല്ല ഡ്രസ്സാണ് ഈ ഡ്രസ്സ് എന്ന് പറയണേ, കണ്ടോ. ആൻഡ് ഇത് എൻ്റെ അനിയൻ ഗുരുവായൂർ പോയിട്ട് അവിടെ നിന്ന് മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്ത ഡ്രസ്സാണ്. ഇത് അധികം ഇവിടെ ഒരു കുത്തലൊക്കെ വരുന്നത് കൊണ്ട് അധികം അവൾ ഇടാറില്ല. പക്ഷെ ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ഇട്ട് കൊടുക്കാറുണ്ട്. നല്ല നല്ല തുണിയുള്ള ഡ്രസ്സാണ്. പിന്നെ ഇതും അവളുടെ ഒരു മാമൻ എടുത്ത് കൊടുത്തതാണ്, വലിയ മാമൻ എടുത്ത് കൊടുത്തതാണ്. നല്ല രസമുണ്ട്. നല്ല ലെങ്തിയൊക്കെ ആയിട്ടുള്ള ഒരു ഗുഡ് നല്ല രസമുള്ളൊരു ഉടുപ്പാണത്. അവൾക്കും നല്ല ഇഷ്ടമാണിത്. ഇത് ഞാൻ റീസെൻ്റായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. അധികം എമൗണ്ട് ഒന്നും ഇല്ല, ഒരു 200-250 ഉള്ളിൽ ഉള്ള ഒരു ഇതാണ്.
വൈറ്റ് ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ട് അവൾക്ക് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണിത്. ഇതും അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അച്ഛനും അച്ഛമ്മയും കൂടി എടുത്തു കൊടുത്ത ഒരു ഡ്രസ്സിൽ 2 ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ഡ്രസ്സാണിത്. ഇപ്പോഴും അവൾ പുറത്തൊക്കെ പോകുമ്പം ഇടാറുണ്ട്. പക്ഷെ ഇതൊക്കെ അവൾ എടുത്ത് കളഞ്ഞു. പുറത്ത് പോകുമ്പോൾ മീൻസ് അംഗൻവാടിയിലൊക്കെ പോകുമ്പോൾ ഇടാറുള്ള ഒരു ഡ്രസ്സാണ്. പക്ഷെ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടവിടെയും ഇതുപോലത്തെ ബട്ടൺസ് ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഇതിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അവളുടെ ഡെലിവറിക്ക് നമ്മൾ കൊണ്ടുപോയ ബാഗാണ്. സോ ഡെലിവറി ബാഗ് എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് ഇതിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിലുള്ള കളക്ഷൻസും കൂടെ ഒന്ന് കാണാം കേട്ടോ. ആൻഡ് ഇത് അവളുടെ ചെറിയച്ഛൻ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ ഇപ്രാവശ്യം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഡ്രസ്സാണ്. നല്ല ഡ്രസ്സാണ്. പക്ഷെ അവിടെ നല്ല ലെങ്തിയാണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. നല്ല ലെങ്ത്തും ഒക്കെയുള്ള നല്ല 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 തുണിയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഡ്രസ്സൊക്കെ നല്ല തുണിയായിരിക്കും. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ഒട്ടി കിടക്കുന്ന ഡ്രസ്സാണ്. നല്ല രസമുള്ള സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്കേർട്ടും എൻ്റെ വീഡിയോയിലൊക്കെ കാണാൻ പറ്റും ഇതിൻ്റെ ഇതൊക്കെയുള്ളത്. അതിൻ്റെ ഒരു ബ്ലൗസാണിത്. സോ ഇതാണ് എൻ്റെ പെയർ. അങ്ങനെ ഈ ഒരു ഡ്രസ്സുണ്ട്. അതുപോലെ തന്നെ ഇതും അവളുടെ ഒരു വലിയ മാമൻ എടുത്തു കൊടുത്ത ഒരു ഡ്രസ്സാണ് കേട്ടോ. പിങ്ക് കളറിൽ നല്ല പൂവൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഉടുപ്പാണ്. പക്ഷേ ഇതിൻ്റെ ഈ തടി അവൾ മെലിഞ്ഞതായതുകൊണ്ട്, തടിയില്ലാത്ത കുട്ടിയായതുകൊണ്ട് ഇതും ഇടാൻ പറ്റുന്നില്ല ഇപ്പോഴും. ഓൺ കളക്ഷൻ ഇപ്പോൾ ഇതുവരെ ആയിട്ട് ഞങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഏകദേശം ഇത് കൊണ്ടുവന്നിട്ട് ഒരു 1.5 വർഷം ആയിട്ടുണ്ടാവും. അപ്പോൾ കൊണ്ടുവന്ന ഡ്രസ്സാണ്. കുറച്ച് വലുതായിരുന്നു അപ്പോൾ കൊണ്ടുവരുമ്പോഴും. ഇപ്പം ലെങ്ത്ത് കറക്റ്റ് ആണെങ്കിലും അതിൻ്റെ വണ്ണം കൂടുതലാണ്. ഇത് അവളുടെ കണ്ണാടി കേട്ടോ. ഞാൻ വാങ്ങിച്ചെടുത്തതാണ്, എന്നാലും അവളുടെ കണ്ണാടിയാണ്. ആൻഡ് ഇത് അവളുടെ കളക്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. പച്ച കളർ ഡ്രസ്സ്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ എടുത്തിട്ടുള്ള ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. നല്ല ഭംഗിയുണ്ടായിട്ടുള്ളൊരു ഡ്രസ്സ് കേട്ടോ. അത് നല്ല ഭംഗിയില്ലേ. ആൻഡ് ഈ പാവാടൻ്റെ ബ്ലൗസ് നമ്മൾ വേറെ ഇതിൽ പെയർ ചെയ്യാനൊക്കെ എടുത്തു. വേറെ സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാനൊക്കെ എടുത്തു. പക്ഷേ ഈ പാവാട ഇപ്പോഴും ഉണ്ട്. കാരണം ഈ അരവണ്ണം അവൾക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ടും ഇത് ഇട്ടിട്ടില്ല. ഇനി ഇതിനെ സ്പെയർ ചെയ്യാനായിട്ട് ഒരു ഡ്രസ്സ് മേടിക്കണം, ടോപ്പ് മേടിക്കണം. ആൻഡ് ഞാൻ അപ്പോഴേ കാണിച്ചു തന്നില്ല ഒരു പാരീസിൻ്റെ ഡ്രസ്സ്. അതിൻ്റെ തൊപ്പിയാണ് കേട്ടോ ഇത്. ഈ ഡ്രസ്സിൻ്റെ തൊപ്പിയാണ്, ഇതിൻ്റെ തൊപ്പിയാണിത്. പക്ഷെ ഇത് അവൾക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇത് വയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആൻഡ് ഇതും ഒരു ഉടുപ്പാണ്. അവളുടെ മാമനെടുത്ത് കൊടുത്തിട്ടുള്ള ഒരു ഉടുപ്പാണ്. സോ നല്ല ഭംഗിയുള്ള, നല്ല രസമുള്ള, നല്ല വർക്കുള്ള ഉടുപ്പാണ്. പക്ഷേ ഇതും ഇതുവരെയായിട്ട് അവൾക്ക് ഇടാൻ പറ്റുന്നില്ല. ഇപ്പം ഇടാനും പറ്റില്ല. അവളുടെ ഒരു 10 വയസ്സൊക്കെ ആവണം ഇത് ഇടണമെങ്കിൽ എന്ന് തോന്നുന്നു. മേ ബി ഹൈറ്റ് കൊണ്ടല്ല, വണ്ണം കൊണ്ട്. ഹൈറ്റ് കൊണ്ട് ഒരു 5 വയസ്സ്, ഒരു 6 വയസ്സൊക്കെ ആകുമ്പം ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. ആൻഡ് ഇതും ഒരു നല്ല ഡ്രസ്സാണ്. ഇതും ഒരു ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. സോ ഇതിൻ്റെ പക്ഷെ ഒരു പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ സിബ് പോയി. ഇതുവരെയായിട്ടും സിബ് വയ്ക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴും ഇത് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല ഡ്രസ്സിലൊരു ഡ്രസ്സാണ് ഈ ഡ്രസ്സ് എന്ന് പറയുന്നത്. കുറച്ച് കളക്ഷൻസാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് എൻ്റെ പേര് ശ്രീജ എന്നാണ്. മോളുടെ പേര് അറിയാമല്ലോ, ഞാൻ ഫസ്റ്റേ പറഞ്ഞു, ധൃതിക എന്നാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ആൻഡ് ടാറ്റാ ബൈ ബൈ, സീ യു.